الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعظم في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിന്റെ മുഴുവൻ നിയമങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റ വർഷം 1447. ഇപ്പൊ നമ്മള് 1448 1447 അവസാനത്തെ മാസം ദുൽഹിജ്ജ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച ശ്രേഷ്ഠമായ മാസം. ഏകദേശം 17,07,000 ആളുകൾ ഈ വർഷം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ മക്കയിൽ ഒരുമിച്ച് കൂടി. 2,30,000 ആളുകൾ പങ്കെടുത്ത ഇന്തോനേഷ്യയാണ് ഹാജിമാരുടെ എണ്ണത്തിൽ ഏറ്റവും മേലെയുള്ള രാജ്യം. 1,79,000 ആളുകൾ പാകിസ്ഥാനിൽ നിന്നും 1,75,000 ചില്ലാനം ആളുകൾ നമ്മുടെ നാടായ ഇന്ത്യയിൽ നിന്നും 1,27,000 ആളുകൾ ബംഗ്ലാദേശിൽ നിന്നും, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 17 ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹാജിമാർ ഹജ്ജ് ചെയ്തത് 2012 അതിനുശേഷം ഒരുപാട് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഹാജിമാരുടെ എണ്ണങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു. ആ കുറവുകൾക്കപ്പുറത്തേക്ക് 17 ലക്ഷം എന്ന കണക്കിലേക്ക് ഹാജിമാരുടെ എണ്ണം ഉയർന്നത് ഈ വർഷമാണ്. അടുത്ത വർഷം മുതൽ ഹാജിമാരുടെ എണ്ണത്തിൽ ക്രമത്തിനനുസരിച്ചുള്ള വർധനവുണ്ടാകുമെന്ന് അധികാരികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങൾക്കിടയിൽ ഏറ്റവും സമാധാനപൂർണമായ, വളരെ ശാന്തിയുള്ള ഒരു ഹജ്ജ് കാലമായിരുന്നു ഈ വർഷത്തെ ഹജ്ജ് കാലം. സാംക്രമിക രോഗങ്ങളോ മറ്റു അപകടങ്ങളോ പ്രയാസങ്ങളോ ഏതുമില്ലാത്ത, ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേകമായ പ്രശംസക്ക് ഈ വർഷത്തെ ഹജ്ജും അതുമായി ബന്ധപ്പെട്ട അധികാരികളും കാരണമായി എന്നത് തന്നെ ഏറെ പ്രസക്തമാണ്. കാലവർഷത്തിന്റെ ചൂട് ഇത്തിരി കഠിനമായിരുന്നുവെങ്കിലും ഈ വർഷത്തെ ഹാജിമാർ ഏറ്റവും സമാധാനപൂർണമായ രൂപത്തിൽ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഏകദേശം 99% ഹാജിമാരും മക്ക വിട്ട് മടങ്ങിക്കൊണ്ടിരിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെ ഹജ്ജും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജ് എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിർബന്ധമായ ഒരു കടമയാണ് എന്ന് നമ്മളെല്ലാവരും നമ്മുടെ മദ്രസയിലെ പ്രാഥമിക പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ഒരു വചനമുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 തൂണുകളിലാണ് ഇസ്ലാം എന്ന മതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിനെ ഒരു കെട്ടിടമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ആ കെട്ടിടം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 5 തൂണുകളിലാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 തൂണുകളിലാണ്, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം എന്ന മതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയാണ്. രണ്ടാമത്തേത് 5 നേരത്തെ കൃത്യമായ നമസ്കാരമാണ്. 3, അവനവന്റെ സ്വത്തിന് കൊല്ലത്തിൽ കൃത്യമായ കണക്ക് കൂട്ടി അതിന്റെ കൃത്യമായ കണക്കനുസരിച്ചുള്ള സകാത്താണ്. 4-മത്തേത് റമളാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പാണ്. 5-മത്തേത് വിശുദ്ധമായ കഅബാലയത്തിങ്കലെത്തി ഒരു മുസ്ലിം ഹജ്ജ് നിർവഹിക്കുക എന്നതാണ്. അപ്പൊ ഹജ്ജ് നിർവഹിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ഇസ്ലാം പൂർണ്ണമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. മൻ മലക സാദൻ വറാഹിലതൻ യുബല്ലിഉഹു ഇലാ ബൈത്തില്ലാ. ഒരാൾക്ക് അള്ളാഹുവിന്റെ ഭവനത്തിങ്കൽ എത്താനുള്ള യാത്ര, ഭക്ഷണം, അതിനാവശ്യമായ സമ്പത്തും ശാരീരികമായ കഴിവുമൊക്കെ ഒരാൾക്ക് ഉണ്ടായി എന്ന് വെക്കുക. എന്നിട്ട് വലം യഹ്ജ്, അവൻ ഹജ്ജ് ചെയ്തില്ല. ഹജ്ജ് ചെയ്യാതെ അവൻ മരിച്ചുപോയാൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്രാനിയൻ. ഒരു യഹൂദിയോ ഒരു നസ്രാനിയോ അഥവാ ഒരു ക്രിസ്ത്യാനിയോ ഒരു ജൂതനോ മരിച്ചു പോകുന്നത് പോലെയായിരിക്കും അയാൾ മരിച്ചു പോകുന്നത്. അയാൾ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത് എന്നർത്ഥം. കാരണം അയാളിലെ ഇസ്ലാം പൂർണ്ണമായിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലിയമുത് യഹൂദിയൻ ഔ നസ്രാനിയൻ. ഹജ്ജ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തിട്ടും അത് നിർവഹിക്കാതെ മരിച്ചുപോയ ഒരാൾ യഹൂദിയോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിച്ചു പോകട്ടെ, അവൻ മുസ്ലിമായി മരിച്ചു എന്ന് പറയാൻ നിർവാഹമില്ല എന്ന് പറയുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വായിക്കാൻ പറ്റും. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെയൊക്കെ മനസ്സിൽ തെറ്റായ ഒരു ധാരണയുണ്ട്. ഹജ്ജ് എന്നത് അത് അത്ര നിർബന്ധമായ ഒരു കാര്യമൊന്നല്ല. അതൊക്കെ നാട്ടിലെ ഏറ്റവും പണക്കാരായ ആളുകൾ അവരുടെ എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞ് പ്രായമാകുന്ന സമയത്ത് ഒന്നുമില്ലാതിരിക്കുന്ന കാലത്ത് മക്കയൊക്കെ ഒന്ന് കാണാനും അറബ് രാജ്യമൊക്കെ കാണാനും തിരിച്ചു വരുമ്പോ ഹാജി എന്ന് വിളിക്കാനും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിൽ. ആരാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്? ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനം ഏറെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീല. ഹജ്ജിന് ഇബ്രാഹിം നബിയോളം പഴക്കമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ നിർമ്മിതി പൂർത്തിയാക്കിയപ്പോ ആ കഅബാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഹജ്ജാണ് എന്നിരിക്കെ അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഫഅദ്ദിൻ ബിന്നാസി ഫിൽ ഹജ്ജ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ കുറിച്ച് വിളംബരം ചെയ്യ്, ഹജ്ജിനെ കുറിച്ച് പ്രഖ്യാപിക്ക്, അവരോട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തണമെന്ന് നീ അവരോട് വിളിച്ചു പറയും എന്ന് ഇബ്രാഹിം നബിയോട് കൽപ്പിക്കണം. നമുക്കറിയാലോ, ഇബ്രാഹിം നബിയുടെ കുടുംബമല്ലാത്ത മറ്റാരും താമസമില്ലാത്ത ആ വിജനമായ മരുഭൂമിയിൽ ഒരു കുന്നിന്റെ മേലെ കയറി നിന്ന് ഇബ്രാഹിം നബി ലോകത്തെ ഹജ്ജിന് വേണ്ടി വിളിച്ചാൽ ആരാണത് കേൾക്കുക? അല്ലാഹു തആല പറഞ്ഞു, നീ വിളിക്ക്, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുന്നിൻ മുകളിൽ കയറി ഉറക്ക വിളിച്ചു. ലോകാവസാനം വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഹജ്ജിന് വേണ്ടി വിളിച്ചു. അള്ളാഹു പറയുന്നുണ്ട്, ആ പ്രയോഗം പ്രത്യേകമായി ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു പറയണേ, നീ വിളിക്ക്,
യഅ്തൂക അവർ വരും. ആര് വരും? അന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എന്നല്ല, അവിടെയുള്ള ആൾക്കാർ എന്നല്ല, ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് റബ്ബ് പറഞ്ഞേ. യഅ്തൂക അവർ വരും. എങ്ങനെ വരും? വലിയ വില കൂടിയ വിമാനങ്ങളിൽ, ബിസിനസ് ക്ലാസ്സുകളിൽ, പണക്കാരായി കോടീശ്വരന്മാരായിട്ട് അവർ വരും എന്നല്ല പറഞ്ഞേ. റിജാലൻ, റിജാലൻ കാൽനടയായിട്ട് വരും, നടന്നുകൊണ്ടുവരും. വഅലാ കുല്ലി ളാമിരിൻ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരും. എന്താ മെലിഞ്ഞൊട്ടിയ ഒട്ടകം? അതൊരു പ്രതീകമാണ്, പട്ടിണിയുടെ, പ്രാരാബ്ധത്തിന്റെ, കഷ്ടപ്പാടിന്റെ പ്രതീകമാണ്. മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് അവർ വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ഇടുങ്ങിയ ദുർഘടമായ മലമ്പാതകൾ, ചുരങ്ങൾ, കുന്നുകൾക്കിടയിലൂടെ ദുർഘടമായ വഴികളിലൂടെ അവർ കടന്നു വരും. സൗദി അറേബ്യയിൽ, മക്കയിൽ, മദീനയിൽ നമ്മൾ ഇന്ന് കാണുന്ന എക്സ്പ്രസ് ഹൈവേകളൊക്കെ 950 ശേഷം പെട്രോളിയത്തിന്റെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള ഉൽപാദനത്തിന് ശേഷമുണ്ടായ പുരോഗതിയാണ്. അതിനപ്പുറം കുന്നിൻപുറങ്ങളിൽ തുണികൾ വലിച്ചു കെട്ടി നാട്ടിൽ നിന്ന് അരിയും കലവും കൊണ്ടുപോയി കഞ്ഞി വെച്ച് കുടിച്ച് മാസങ്ങൾ യാത്ര ചെയ്ത് പലപ്പോഴും തിരിച്ചു വരാത്ത യാത്രകളായിരുന്നു ഹജ്ജിന് വേണ്ടി നമ്മുടെ പൂർവികർ നിർവഹിച്ചത്. 3 കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ. ഹജ്ജിന് വേണ്ടി അവർ വരും. എങ്ങനെ വരും? റിജാലൻ, നടന്നു വരും, നടന്നു വരും. അവർക്ക് സമ്പത്ത് കുറവാ, വാഹനത്തിൽ വരാൻ ശേഷിയില്ല, അതുകൊണ്ട് അവർ നടന്നു വരും. വഅലാ കുല്ലി ളാമിരിൻ തടിച്ചു കൊഴുത്ത മുഴുത്ത വില കൂടിയ വാഹനങ്ങളിലല്ല, മെലിഞ്ഞൊട്ടിയ, ഒട്ടകത്തിന് തീറ്റ കൊടുക്കുവാൻ പോലും ഗതിയില്ലാത്ത പാവപ്പെട്ടവർ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ദുർഘടമായ വഴികളിലൂടെ അവർ കടന്നു വരും. ആരാ ഹജ്ജിന് പോകേണ്ടത്? നാട്ടിലെ കോടീശ്വരന്മാരാ? ആരാ ഹജ്ജിന് പോകേണ്ടത്? നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരാ? ഇവർ ഹജ്ജിന് വേണ്ടി വരും. നോക്കൂ, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പന. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്. അള്ളാഹുവിന് വേണ്ടി വിശുദ്ധമായ കഅബാലയത്തിലെത്തി ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യരുടെ മേൽ അല്ലാഹു തആല നിർബന്ധമായി നിശ്ചയിച്ചിരിക്കുന്നു. മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആ പദമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആ വിശുദ്ധമായ ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന ആ പദത്തിന് നമ്മൾ പണ്ട് ഉസ്താദുമാരൊക്കെ കിതാബ് ഓതിയ കാലത്ത് അവർ പറഞ്ഞു തന്ന ഒരു അർത്ഥമുണ്ട്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല. തടിയാലും മുതലാലും വഴിയാലും അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്ന ആളുകൾ. ആരോഗ്യം വേണം, അതിനാവശ്യമായ സാമ്പത്തിക ശേഷി ഉണ്ടാവണം. 2 രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട രേഖകളും അനുമതികളും വേണം. ഇത്രയും സംഗതികൾ ഒരാൾക്ക് സാധ്യമായാൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമായി. ഹജ്ജിന് വേണ്ടിയൊക്കെ പോകുന്ന ആൾക്കാർ കാണുന്ന സങ്കടകരമായ കാഴ്ചയുണ്ട്. പ്രായമായ ആളുകൾ, 60, 70, 80 ഒക്കെ വയസ്സായ ആളുകൾ നാട്ടിലെ പ്രമാണിമാരാണ്, പണക്കാരാണ്. അവർ നാട്ടിൽ നിന്ന് ഹജ്ജിന്റെ യാത്രയപ്പൊക്കെ ആയിട്ട് വമ്പിച്ച യാത്രയപ്പ് കഴിഞ്ഞ് പോയവരാണ്. പക്ഷേ പ്രായമായിട്ടുണ്ട്, നടക്കാൻ വയ്യ. ഹജ്ജ് എന്നത് ശാരീരികമായ അധ്വാനമാണ്. കിലോമീറ്ററുകൾ നടക്കണം. പലപ്പോഴും നടക്കാൻ കഴിയാതെ വഴിയോരത്ത് തളർന്നു വീണ് കിടക്കുന്നു. ഉന്തുവണ്ടി ഒന്ന് ഉന്തിത്തരാൻ കൂടെ ആളില്ലാതെ അവർ വഴിയോരത്ത് കർമ്മങ്ങൾ പൂർത്തിയാവാതെ അവരെങ്ങനെ നിസ്സഹായരായിട്ടിരിക്കുന്നു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയും, ഹജ്ജിന് വരികയാണെങ്കിൽ നല്ല സമയത്ത് വരണം കേട്ടോ, ആരോഗ്യമുള്ള സമയത്ത് വരണം കേട്ടോ, ഹജ്ജിന് വരികയാണെങ്കിൽ നല്ല ശേഷിയുള്ള കാലത്ത് വരണം കേട്ടോ. ഇത് കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല. 1 അറേബ്യയിലെ ശക്തമായ ചൂട്, 2 നടക്കേണ്ടത് പലപ്പോഴും കിലോമീറ്ററുകൾ നടക്കേണ്ടി വരുന്നു. ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് വാഹനങ്ങളൊന്നും എത്താത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്ന സംഗതിയാണ്. നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജിന് പോകില്ല. മക്കളെ കെട്ടിക്കട്ടെ, പേരമക്കളെ കെട്ടിക്കട്ടെ, വീട് വെച്ചു കൊടുക്കട്ടെ, ആ ബാധ്യത തീരട്ടെ, ഈ ബാധ്യത തീരട്ടെ, അങ്ങനെ തീരാത്ത ബാധ്യതകളുമായി അവസാനം വാർദ്ധക്യത്തിന് അങ്ങേ തലക്കലെത്തുമ്പോൾ ഇനി ഒരു ഹജ്ജിന് പോകല്ലേ
പോവുക. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഹറമ് പോയിട്ടൊന്ന് തവാഫ് ചെയ്യാൻ പോലും കഴിയാതെ കഷ്ടപ്പെട്ട് കരയുന്ന എത്ര ആൾക്കാരുണ്ട്. നിങ്ങള് മക്കളോട് കുറെ പറഞ്ഞു, മോനെ ഞാനൊരു ഹജ്ജിന് പോട്ടെ, അന്നൊന്നും മക്കൾ അനുവദിച്ചില്ല. ഇപ്പൊ മക്കൾക്ക് ഇഷ്ടം പോലെ പൈസ ആയപ്പോ പൂതി ബാപ്പാനിമ്മാനി ഹജ്ജിനൊന്ന് പറഞ്ഞേക്കണം. 70-80 വയസ്സായ ആൾക്കാര് അവിടെ വന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങള്, അവര് കാട്ടിക്കൂട്ടുന്ന ബുദ്ധിമുട്ടുകള് ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നല്ല സമയത്ത് ഹജ്ജ് നിർവഹിക്കുക. അപ്പൊ ചില ആൾക്കാർക്ക് പറയും അതിന് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാല് എല്ലാ ബാധ്യതകളും തീരണ്ടേ, മക്കളുണ്ടെങ്കിൽ ഓലൊക്കെ കെട്ടിക്കണം, കെട്ടിച്ചാൽ മാത്രം പോരാ, ഓൽക്കൊക്കെ വീട് വെച്ചു കൊടുക്കണം, അതും പോരാ, പേരമക്കളെ കല്യാണം കഴിക്കണം, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഹജ്ജ്. എപ്പ ചോദിച്ചാൽ എന്താ പറയുന്നത്? ആയിട്ടില്ല, ബാധ്യതകൾ ബാക്കിയാണ്. എന്താണ് ഈ ബാധ്യത? എന്റെ ഇസ്ലാം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ, മൻ അറാദൽ ഹജ്ജ, ഒരാൾക്ക് ഇപ്പൊ ഹജ്ജിന് പോവാനേ അങ്ങനെ ഒരുപാട് പൈസ ഒന്നും വേണ്ട. സർക്കാരിന്റെ തലത്തിൽ പോവുകയാണെങ്കിൽ ഒരു 4 ലക്ഷം ഉറുപ്പ്യന്റെ താഴെ, പ്രൈവറ്റ് ഏജൻസികളാണെങ്കിൽ ഒരു പക്ഷെ 5-6 ആയേക്കാം. ഇതാണ് ഒരു ഹജ്ജിന് ആവശ്യമായ സംഖ്യ. ഈ സംഖ്യ കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? കാര്യമായിട്ട് 100 ആളെ വിളിച്ച് വീട്ടിലൊരു സൽക്കാരം നടത്താൻ ലക്ഷങ്ങൾക്ക് മേൽ സംഖ്യ വേണം. നമ്മുടെ വീടിന്റെ അലങ്കാരങ്ങൾ, നമ്മുടെ വാഹനത്തിന്റെ അലങ്കാരങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ആഘോഷങ്ങൾ, ടൂറുകൾ എത്രയാ ചെലവാക്കുന്നത്? 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു ശബ്ദം, ഒരു ഒച്ച എന്നല്ലാതെ അതൊരു വലിയ സംഖ്യയായിട്ട് തോന്നാത്ത ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നേ. ചെലവുകൾ കൂടിക്കൂടി വരിക. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിലൊക്കെ 85,000 ഉറുപ്പികൾക്ക് ഒരു ഉംറക്ക് പോയിരുന്നു. ഈ വർഷത്തെ ഉംറ തുടങ്ങിയത് തന്നെ 95-ലാണ്. ഇന്ന് അതൊരു 1 ലക്ഷത്തിലെത്തിയിരിക്കുന്നു. സംഖ്യയുടെ ചെലവ് ഇങ്ങനെ കൂടിക്കൂടി മുകളിലേക്ക് പോകും. അപ്പൊ നമുക്ക് തോന്നും, എനിക്ക് അന്ന് പോകായിരുന്നിട്ടോ, അന്ന് എനിക്ക് പറ്റുമായിരുന്നിട്ടോ, കയ്യുമ്മല വള ഒരു സ്വർണത്തിന് 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു, 4 വള വിറ്റാല് എനിക്ക് ഹജ്ജ് ചെയ്യായിരുന്നു എന്ന് നമ്മുടെ ഉമ്മാർക്കും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കും ഒക്കെ തോന്നുന്ന ഒരു കാലം ഇനി വരാണ്ട്. അതാ റസൂൽ പറഞ്ഞേ, മൻ അറാദൽ ഹജ്ജ, എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട് എന്ന് ഒരാൾക്ക് തോന്നിയാൽ, ഹജ്ജ് ചെയ്യാനുള്ള 4 ലക്ഷം ഉറുപ്പ്യൊക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് ഒരാൾക്ക് തോന്നിയാൽ, ധൃതി കൂട്ടുക. അത് പിന്നെ ആവട്ടെ, 10 കൊല്ലം കഴിയട്ടെ, മക്കളെ കെട്ടിക്കട്ടെ, മരുമക്കൾക്ക് വീടുണ്ടാക്കട്ടെ, തീരുമാനിക്കല്ല, പെട്ടെന്ന് ചെയ്യാം. കാരണം റസൂൽ പറയണേ, നാളെ എന്താ ആവുക ആർക്കറിയാം. ഈ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷ എത്തിയാൽ മതി, കാലാകാലം മറന്നു കിടക്കേണ്ടി വരും. ഹജ്ജിന് പോയിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പോലും പറ്റാത്ത വിധം തളർത്തു മാറ്റപ്പെടും. എന്തിനാണ്? കാറിക്കുറച്ച് തുപ്പുമ്പോ ആ കഫത്തിൽ ഇത്തിരി ചോരണ്ടായാൽ മതി, ക്യാൻസർ സെന്ററിന്റെ മുമ്പുകളിൽ നീണ്ട വരിയിൽ നിൽക്കേണ്ടി വരും. എപ്പോഴാ തീരുന്നറിയില്ല, എപ്പോഴാ വീഴുന്നറിയില്ല. ഈ ആരോഗ്യവും ഈ കഴിവും എപ്പോഴാണ് അസ്തമിക്കുന്നറിയില്ല. ഈ സമ്പത്ത് എപ്പോഴാ ഇല്ലാതാവുന്നറിയില്ല. അതുകൊണ്ടാ പറഞ്ഞേ, മൻ അറാദൽ ഹജ്ജ, ഒരു ഹജ്ജ് നിർവഹിക്കാനുള്ള കഴിവും ശേഷിയൊക്കെ അതിന്റെ സാമ്പത്തികമൊക്കെ എനിക്ക് പണ്ട് ഒരു 3 ലക്ഷം 4 ലക്ഷം ഉറുപ്പ്യ ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ചാല് എനിക്കോ എന്റെ കുടുംബത്തിനോ ഒരു കുഴപ്പം വരാനില്ല, അതുകൊണ്ട് അടുത്ത ഹജ്ജ് എനിക്ക് ചെയ്യണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ, മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഹജ്ജിനുള്ള ശേഷി ഒരാൾക്ക് എത്തിയിട്ട് പിന്നെ അയാൾ ഹജ്ജ് അങ്ങനെ മാറ്റിവെച്ച് അയാളെ മരിച്ചു പോയാൽ അയാളെ പറ്റിയത് അർത്ഥം നമ്മൾ എന്താ പഠിച്ചത്? അവൻ മരിക്കുന്നത് മുസ്ലിമായിട്ടല്ല, യഹൂദിയോ നസ്രാണിയോ ആയിട്ട് മരിക്കും എന്ന വചനം നമ്മൾ കേട്ടില്ലേ? അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് ഹജ്ജ്. മറക്കരുത്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. എല്ലാവർക്കും ഒന്നും കഴിയില്ല. എത്ര കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്? ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തില് ഈ 2027 ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റിന് കെട്ടിയിരിക്കുന്ന കോട്ട 1,75,000, 1.25 ലക്ഷം. അത്ര ആൾക്കാർക്കേ പോകാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ പാടെ ശ്രമിച്ച് പൈസ കൊണ്ടുപോയി കെട്ടിയാൽ തന്നെ പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. ഈ 1.25 ലക്ഷം ആൾക്കാർക്കേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പോയോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ ശ്രമിച്ചോ, അതിനാവശ്യമായ രേഖകൾ ഉണ്ടാവാൻ, അതിനാവശ്യമായ കാര്യങ്ങൾ നടക്കാൻ. എനിക്ക് അടുത്ത വർഷത്തെ ഹജ്ജ് നിർവഹിക്കണം, എനിക്കതിന്റെ ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്. ഇനി യാത്രകളുമായി ബന്ധപ്പെട്ട ഈ 2 രാജ്യങ്ങളുടെ ഔപചാരികമായ ഔദ്യോഗികമായ രേഖകളും അനുവാദവും കിട്ടണം. അതിനാവശ്യമായത് ഞാൻ ചെയ്യാം. നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ല.
അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ശ്രമിക്കാതെ 3 ലക്ഷം 4 ലക്ഷം ഉൾപ്പെടെങ്കിൽ അവിടെ ഷെയർ എടുത്തൂടെ, ഇതെടുത്തൂടെ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരാൾ ഹജ്ജ് നിർവഹിച്ചു. എങ്ങനത്തെ ഹജ്ജ്? ഹജ്ജുൻ മബ്റൂർ. നല്ല മനോഹരമായ പൂർണ്ണമായ ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചു. എന്നാലോ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അവന് സ്വർഗമല്ലാതെ കൂലില്ലാന്നാ. അവന്റെ കൂലി സ്വർഗം. ഏതാ സ്വർഗം? ഈ ദുന്യാവിലെ മുഴുവൻ സ്വത്തുമായി നമ്മൾ ചെന്നാലും ഒരു ഇത്തിരി പോലും വാങ്ങാൻ കിട്ടാത്ത അത്രയും വില കൂടിയ സ്വർഗം ഒരച്ചോട് കിട്ടും. 4 ലക്ഷം റുപ്യക്ക് കോയമ്പത്തൂരിൽ എത്ര സ്ഥലം കിട്ടും? 4 ലക്ഷം റുപ്യക്ക് നമ്മുടെ ടൗണിൽ എത്ര സ്ഥലം കിട്ടും? സ്വർഗമാണ്. ആ പണം നിങ്ങൾ മുടക്കിയാൽ നിങ്ങളുടെ ഹജ്ജ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഹജ്ജായാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് അനശ്വരമായ സ്വർഗം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പേടി എന്താ? നമ്മുടെ തെറ്റുകളല്ലേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമ്മളെ നശിപ്പിച്ച് കളയുന്നുണ്ട് എന്ന പേടി നമുക്കില്ലേ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ അവൻ ഹജ്ജ് നിർവഹിച്ചാൽ, മൻ ഹജ്ജ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ, അള്ളാഹ്ക്ക് വേണ്ടിയാ. ഹാജി എന്ന് വിളിക്കാനോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനൊന്നുമല്ല, അള്ളാന്റെ കൂലിക്ക് വേണ്ടി, അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണല്ലോ എന്ന തിരിച്ചറിവോടുകൂടി ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് നിർവഹിച്ചാൽ, എങ്ങനത്തെ ഹജ്ജ്? അനാവശ്യമായ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാത്ത മനോഹരമായ ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ, ആ ഹജ്ജ് നിർവഹിച്ച് അയാൾ മക്കയിൽ നിന്ന് മടങ്ങുന്നത് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച 1-ാമത്തെ ദിവസം ഉണ്ടല്ലോ, ഉമ്മ പ്രസവിച്ച അന്ന് ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിലില്ല, നിഷ്കളങ്കനായ കുട്ടി. ആ കുട്ടി സ്വർഗാവകാശിയാ. ആ കുട്ടിയെ പോലെ സ്വർഗാവകാശിയായിട്ട് മടങ്ങാതാ. സകല പാപങ്ങളും അള്ള പൊറുക്കും. ഏതുകൊണ്ട്? ഹജ്ജ് കൊണ്ട്. അല്ലെ? ഹജ്ജിന് പോകുന്ന ആളുകളെ അള്ളാഹു തആല വിശേഷിപ്പിച്ചത് അള്ളാഹുവിന്റെ അതിഥികൾ. 3 വിഭാഗം ആളുകളാണ് അള്ളാഹുവിന്റെ അതിഥികൾ. 3 വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ നമ്മളൊക്കെ നാട്ടിലെ MLA-യുടെ അതിഥിയാണ് എന്ന് പറയാൻ നമുക്ക് എന്തൊരു അഹങ്കാരമേ. ഞാൻ മന്ത്രിയുടെ പരിപാടി പങ്കെടുക്കാൻ പോവാ, എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കെന്ത് തലയെടുപ്പല്ലേ? അള്ളാന്റെ അതിഥി. ഒന്ന്, അള്ളാന്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരെ പൊരുതാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പോരാളി ഉണ്ടല്ലോ, അവൻ അള്ളാഹുവിന്റെ അതിഥിയാണ്. 2, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന വ്യക്തി. 3, ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന വ്യക്തി അള്ളാഹുവിന്റെ അതിഥിയാണ്. സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിമാനത്താവളം മുതൽ വലിയ ബോർഡുകൾ കാണാം. ഹജ്ജിന് വേണ്ടി ചെല്ലുന്ന ആളുകളെ അവർ വിശേഷിപ്പിക്കുന്നത് വയൂഫുർ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് അള്ളാഹുവിന്റെ അതിഥികളാവണ്ടേ? അള്ളാഹുവിന്റെ അതിഥികളാവണ്ടേ? അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാവണ്ടേ? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവരാവണ്ടേ? അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഇസ്ലാമിനെ നമുക്ക് പൂർത്തിയാക്കണ്ടേ? ഇപ്പോ ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയമാണ്. ഈ ദിവസം മുതൽ അടുത്ത മാസം 20-ാം തീയതിയാണെന്ന് തോന്നുന്നു, ബന്ധപ്പെട്ടാൽ അറിയാം. ആ ദിവസങ്ങൾ ഹജ്ജിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഹജ്ജ് വകുപ്പിന്റെ കീഴിൽ ഹജ്ജിന് പുറപ്പെടേണ്ട ആളുകളുടെ അപേക്ഷാ സമയങ്ങളാണ്. സ്വകാര്യ ഏജൻസികളും അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് ആലോചിക്കുക, നമ്മളെ ഇസ്ലാം ഒന്ന് പൂർത്തിയാവട്ടെ. ഒരു 4 ലക്ഷം റുപ്യ വീടിന്റെ മുറ്റത്ത് ടൈലിടാൻ, വീടിന്റെ ഫർണിച്ചറിന് പെയിന്റ് അടിക്കാൻ, കാറൊന്നു മാറ്റാൻ, എന്തിന് മൊബൈൽ ഫോണിന് പോലും ലക്ഷങ്ങൾ മുടക്കുന്ന, എന്തേ നമുക്ക് ഹജ്ജിന്റെ ഗൗരവം മനസ്സിലാവാത്തത്? നമ്മൾ മാറ്റിവെച്ചോ? അതൊന്നും വേണ്ട, ഹജ്ജൊക്കെ പിന്നെ വയസ്സായിട്ട് സൗകര്യം ചെയ്താൽ മതി. അല്ലല്ലോ, അല്ലേ? നമുക്ക് സാധിക്കുന്ന സമയത്ത് നാളെ നമ്മുടെ ജീവിതം ഈ സമ്പത്ത് നമുക്ക് ഉണ്ടാവോ? ആർക്കറിയാം? വളരെ സമ്പന്നനായി ജീവിച്ച ഒരു വ്യക്തി കോഴിക്കോട് കടപ്പുറത്തിന്റെ അത്ര വിറ്റ് നടക്കുന്നത്. അയാൾ പണക്കാരനായിരുന്നു. വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിൽ ലക്ഷങ്ങൾ സമ്പാദിച്ച ആളാണ്. പക്ഷെ മക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ സ്വത്ത് മുഴുവനും മക്കളെടുത്തപ്പോ ജീവിക്കാൻ വേണ്ടി അത്ര വിറ്റ് നടക്കുന്നു നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത്. അല്ലേ? മനുഷ്യന്റെ ജീവിതം ഏത് സമയത്താണ് മാറ്റപ്പെടുക എന്ന് ആർക്കറിയില്ല. അത് അള്ളാന്റെ അടുത്താ. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ ആദ്യം ഉപയോഗപ്പെടുത്തുക. പടച്ചോനെ, എനിക്കൊരു ഹജ്ജ് നിർവഹിക്കണം. എന്റെ ഇസ്ലാം പൂർണ്ണമാവണ്ടേ?
5 തൂണുകളിലായി എന്റെ മതം സ്ഥാപിക്കപ്പെട്ടത്. അതിലൊന്നില്ലാതിരുന്നാൽ ആ കെട്ടിടം വാസയോഗ്യമല്ലാത്തതുപോലെ എന്റെ ഇസ്ലാം പൂർണ്ണമാകുന്നില്ല. ഗൗരവത്തോടു കൂടി ചിന്തിക്കുക. വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുക. ആരോഗ്യമുള്ള സമയത്ത്, സാധിക്കുന്ന സമയത്ത് ഹജ്ജിന് വേണ്ടി പുറപ്പെടുക. വാർദ്ധക്യത്തിന്റെയും രോഗത്തിന്റെയും അവശതകൾ പേറി ഹജ്ജിന് പോയാൽ പലപ്പോഴും ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനാവാതെ അവൻ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടേക്കാം. അത്തരം അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ ഗൗരവത്തോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ പൂർത്തിയാക്കണം. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമുക്ക് സ്വർഗത്തിന്റെ അവകാശികളാവാൻ, നമ്മുടെ മതത്തിനെ പൂർണ്ണമാക്കാൻ ഹജ്ജ് ജീവിതത്തിലെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന ഓർമ്മ കൂടി നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. വിശുദ്ധമായ ആ കഅബത്തിങ്കലെത്താനും അള്ളാഹു കൽപ്പിച്ചതുപോലെ മഖ്ബൂറും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ആശൂറ എന്ന് പറഞ്ഞാൽ ഹിജ്റ കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിന് പറയുന്ന പേരാണ് ആശൂറ. ഈ ദിവസം ഏറെ ശ്രേഷ്ഠമായ ദിവസമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മുസ്ലിം സമൂഹം ഇന്ന് ഗൗരവത്തോടുകൂടി നോമ്പ് നോൽക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു ഇന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. മുസ്ലിം സമൂഹത്തിന് റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് ഈ ദിവസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമായിരുന്നു. മുഹറം 10 റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദായത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ റമളാനിലാണ് നിർബന്ധമായ നോമ്പ് നോൽക്കേണ്ടത്. ഈ ദിവസത്തെ നോമ്പ് ഉദ്ദേശിക്കുന്നവർക്ക് നോൽക്കാം, നോൽക്കാതിരിക്കാം. എന്നിട്ട് റസൂൽ പറഞ്ഞു, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഈ നോമ്പാണ്. ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് ഒരു വർഷത്തെ ജീവിതത്തിന്റെ ഇടക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, ചെറിയ തെറ്റുകൾ, വലിയ തെറ്റൊക്കെ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം. അതിൻ്റെതായ നിബന്ധനകളുണ്ട്. അവന്റെ ചെറിയ തെറ്റുകളൊക്കെയും ഈ ഒരു മാസത്തെ, ഈ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണ് ഈ ദിവസത്തിലെ നോമ്പ് നോൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ചെല്ലുമ്പോ, മക്കയിൽ വെച്ച് പ്രവാചകൻ ഈ ദിവസം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. പക്ഷെ മദീനയിൽ ചെന്നപ്പോ മദീനയിലെ ജൂതന്മാരൊക്കെ ഈ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മഹാദാ, അതെന്താ ഇന്ന് നിങ്ങളൊക്കെ നോമ്പ് നോൽക്കാനുള്ള കാരണം? അവർ പറഞ്ഞു, ഖാലു ഹാദാ യൗമുൻ സ്വാലിഹുൻ ഹാദാ യൗമുൻ നജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്, ശ്രേഷ്ഠമായ ദിവസമാണ്. ഈ ദിവസമാണ്, അഥവാ ഈ മുഹറം 10 എന്ന ഈ ദിവസത്തിലാണ് ഫിർഔൻ എന്ന അതിക്രമകാരിയായ രാജാവിന്റെ മുമ്പിൽ ഏറ്റവുമേറെ മർദ്ദിതരായി ജീവിച്ചിരുന്ന ബനൂ ഇസ്രായേല്യരെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ ദിവസത്തിലാണ്. അതിന്റെ നന്ദി എന്നോണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നോമ്പ് നോറ്റു. ഞങ്ങളും അതിന്റെ തുടർച്ചയായി നോമ്പ് നോൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാളേറെ മൂസാ നബിയുമായി ബന്ധപ്പെട്ടത്, മൂസാ നബിയെ അവകാശപ്പെട്ടത് ഞാനാണ്. ഞാൻ അന്ന് നോൽക്കുന്നുണ്ട്, ഈ സമുദായം മുഴുവനും ആ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ട്. അപ്പോ ഫസാമഹു, നബി ആ ദിവസം നോമ്പ് നോറ്റു. വഅമറ ബിസ്റിയാമി, അന്ന് നോമ്പ് നോൽക്കാൻ മറ്റുള്ളവരോട് പ്രവാചകൻ കൽപ്പിക്കുകയും ചെയ്തു. മുഹറം എന്ന മാസം, ആ മാസത്തെ വിശേഷിപ്പിച്ചത് ഷഹ്റുല്ലാഹ്. എന്താ പറഞ്ഞത്? ഷഹ്റുല്ലാഹ്. എന്റെ അർത്ഥം എന്താണ്?
അള്ളാന്റെ മാസം. അപ്പൊ ബാക്കിയുള്ള മാസമൊക്കെ ആരതാ? ഒക്കെ അള്ളാന്റെ തന്നെ. പക്ഷെ ഈ മാസത്തിനോട് അള്ളാഹു ഒരു പ്രത്യേക ആദരവ്. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ശ്രേഷ്ഠമായത്. ആ വാക്കിന്റെ അർത്ഥം തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിലും സമൂഹത്തിലൊക്കെ മുഹറം എന്ന് കേൾക്കുമ്പോ ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ട് സമുദായത്തിലല്ലേ. അത് നല്ല മാസമല്ല, നല്ല ദിവസമല്ല. ഒരു ബിസിനസ് തുടങ്ങാൻ മുഹറം മാസം കഴിഞ്ഞോട്ടെ, മുഹറം 10 അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. കല്യാണങ്ങളൊക്കെ, മക്കളുടെ കല്യാണങ്ങളൊക്കെ ആലോചിക്കുമ്പോ നാട്ടിലെ ഉസ്താദുമാര് കലണ്ടർ എടുത്തു വെച്ചിട്ടുള്ള ഇത് മുഹറം അല്ലേ, മുഹറം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ മുഹറം 10 കഴിഞ്ഞോട്ടെ. എന്താ കാരണം? മുഹറം ശകുനത്തിന്റെ മാസമാണെന്ന വിശ്വാസം. നല്ല കാര്യങ്ങൾക്ക് പറ്റാത്ത മാസം അത്രേ. ആരാണ് മുഹറത്തിനെ ശകുനത്തിന്റെ മാസമാക്കിയത്? അള്ളാഹുവിന്റെ മാസമെന്ന് വിശേഷിപ്പിച്ച, ശ്രേഷ്ഠമായ മാസമെന്ന് അള്ളാഹു തആല പേര് കൊടുത്ത ആ മാസത്തിനെ ആരാണ് ശകുനത്തിന്റെ മാസമാക്കിയത്? ചരിത്രത്തിൽ അതിന്റെ ഒരു അടയാളം കാണാം. ഷിയാക്കൾ അവരുടെ ഇമാമായിട്ട് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ഇമാം ഹുസൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൊല്ലപ്പെട്ടത് കർബലയിലാണ്. ആ പോരാട്ടത്തിൽ ഒരു മുഹറം 10-നാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഷിയാക്കളെ സംബന്ധിച്ച് മുഹറം മാസം കറുത്ത മാസമാണ്. അത് വേദനയുടെ മാസമാണ്, സങ്കടത്തിന്റെ മാസമാണ്. നെഞ്ചത്തടിച്ച് അവർ അലറിക്കരയും. ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ച് അവർ സ്വയം വേദനിക്കും. തീക്കനലുകളിലൂടെ അവർ നടന്നു പോകും. പീഡനം, അന്ന് കർബലയിലുണ്ടായ ആ പീഡനത്തിന്റെ അടയാളം, അതിന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല. അത് പ്രവാചകന്റെ മരണശേഷം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം മാസത്തിനെ ആദരിച്ചു. ആ മുഹറത്തിലെ നോമ്പിനെ ശ്രേഷ്ഠമായ നോമ്പായി കണ്ടു. ആ മുഹറം മാസം പവിത്രമായ മാസമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു തആല 12 മാസങ്ങൾ സൃഷ്ടിച്ചപ്പോ അതില് 4 മാസങ്ങളെ ശ്രേഷ്ഠമാക്കിന. ഏതൊക്കെ 4 മാസങ്ങള്? തുടർച്ചയായ 3 മാസങ്ങൾ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ 4-മത്തെ ഒരു മാസം അല്ലാഹു തആല അതിനോട് ചേർത്ത് വെച്ചു. ഇങ്ങനെ അല്ലാഹു തആല ശ്രേഷ്ഠമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം. നമ്മളെ സംബന്ധിച്ച് ശകുനപ്പിഴകളില്ല, ദുശകുനങ്ങളില്ല. നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസങ്ങളും മനോഹരമായ ദിവസങ്ങളാണ്. എല്ലാ സമയങ്ങളും മനോഹരമായ സമയങ്ങളാണ്. എല്ലാ മണിക്കൂറുകളും മനോഹരമായ മണിക്കൂറുകളാണ്. നാഴികകളും വിനാഴികകളും ഒക്കെ കാലം എന്ന് പറയുന്ന അള്ള പറഞ്ഞില്ലേ, ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. അതെന്താ? ചില ആൾക്കാർ പറയണേ, സമയം ശരിയല്ല, ഒരു കച്ചവടം ചെയ്തു പൊളിഞ്ഞുപോയി, അവസാനം എന്താ പറയാ, എന്താ ചെയ്യണ്, നേരം ശരിയായില്ല, അല്ലെങ്കിൽ കാലം ശരിയായില്ല, സമയം ശരിയായില്ല. അങ്ങനെ ഒരു പ്രയോഗം, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. അല്ല പറയണേ, ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. നമ്മൾ പറയല്ലേ, മോശം കാലാണ്, മോശം സമയമാണ്. അങ്ങനെ ഒരു മോശം കാലം, മോശം സമയമൊന്നുമില്ല. എല്ലാ കാലം, എല്ലാ സമയവും അള്ളാഹു സൃഷ്ടിച്ചതാ. പക്ഷേ ചില കാലങ്ങളിൽ, ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാവാം. അത് നമ്മൾ കാലം മാറ്റിയത് കൊണ്ടോ സമയം മാറ്റിയത് കൊണ്ടോ അത് മാറൂല, അത് നടക്കും. അല്ലാഹു തആല ഖുർആനിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അത്തരം ഒരു ചിന്ത തന്നെ എത്ര അപകടമാണെന്ന്. മാ സ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. എന്താ പറഞ്ഞേ? ഭൂമിയിലാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിലാവട്ടെ, എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളി, അത് അല്ലാഹു തആല നേരത്തെ രേഖപ്പെടുത്തി വെച്ചതാ. അത് അള്ളാഹിനെ സംബന്ധിച്ച് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് രേഖപ്പെടുത്തുന്നതിൽ സാധ്യമാണോ? അള്ളാഹിനെ സംബന്ധിച്ച് ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹ്ക്ക് അത് എളുപ്പമുള്ള കാര്യം. അതുകൊണ്ട് മുഹറം മാസത്തിനെ ശകുനത്തിന്റെ മാസമായി കാണുന്ന, മുഹറം മാസത്തിനെ മോശപ്പെട്ട മാസമായി കാണുന്ന ആ വിശ്വാസം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും വിശ്വാസമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ച് ഈ ദിവസങ്ങളൊക്കെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആ നിയമപ്രകാരം നമ്മൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ ദിവസം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി, ബനൂ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ വെറും ഒരു കഥയായിട്ട് കാണരുത്. അതിക്രമിയായ, എല്ലാ സമ്പത്തും അധികാരവും ആയുധങ്ങളും എല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ ആളുകളും
ആ നാട്ടിൽ അടിമകളെ പോലെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ രക്ഷപ്പെടാൻ വേണ്ടി പാതിരാത്രിയിൽ കൂരിരുട്ടിന്റെ മറപറ്റി മൂസാ നബിയുടെ കൂടെ അവർ ഇറങ്ങി പുറപ്പെടുകയാണ്. എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടാം. പക്ഷെ എത്തിപ്പെട്ടത് ചെങ്കടലിന്റെ തീരത്താണ്. തിരയടിക്കുന്ന കടലിന്റെ ആ വലിയ ശബ്ദം ആ രാത്രിയിൽ അവരെ ഭയപ്പെടുത്തി. അവർ ആ കടൽ തീരത്ത് ഇനി എന്താണ് എന്നറിയാതെ അവിടെ ഇരുന്നു പോയി. നേരം പുലർന്നപ്പോ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരൊറ്റ ബനൂ ഇസ്രായേൽക്കാരനും രക്ഷപ്പെടാൻ പാടില്ല, അവനെ കൊന്നുകളയണമെന്ന രാജാവിന്റെ കൽപ്പനയുമായി പട്ടാളക്കാർ തിരയടിക്കുന്ന കടലിൽ അക്രമികളായ രാജാവിന്റെയും പരിവാരങ്ങളുടെയും അവരുടെ വലിയ അവരുടെ കൊടുങ്കാറ്റ് പോലെയുള്ള അവരുടെ വരവ്, അത് രണ്ടിനുമിടയിൽ ആ ജനത ഏറെ ഭയപ്പെട്ടു പോയി. അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ചോദിക്കുന്നുണ്ട്, മൂസാ നബിയുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞുപോയി, ഇന്നാ ലമുദ്റകൂൻ, കഴിഞ്ഞിട്ടോ, എല്ലാം കഴിഞ്ഞു. ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു, ഒന്നുകിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ കടലിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. വേറൊരു വഴിയില്ല. മുമ്പിൽ കടല്, ബാക്കില് ഫിറഔനും അനുയായികളും, വേറൊരു മാർഗമല്ല. ഇന്നാ ലമുദ്റകൂൻ. പക്ഷേ അക്ഷോഭ്യനായി സമാധാനത്തോടെ ധൈര്യത്തോടെ അവരുടെ നേതാവ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് കൊടുക്കുന്ന മറുപടി, അദ്ദേഹം പറഞ്ഞു, വേണ്ട, സങ്കടപ്പെടണ്ട, നിരാശപ്പെടണ്ട, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട. അങ്ങനെയല്ല. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദി, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും. കാണിച്ചില്ലേ അല്ല, അല്ലെ? അതൊരു വിശ്വാസമാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ, തകർന്നെന്ന് തോന്നുമ്പോ, ആരുമില്ല എന്ന് തോന്നുമ്പോ, സഹായികളില്ല എന്ന് തോന്നുമ്പോ, ഏകനാണെന്ന് തോന്നുമ്പോ, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന വിശ്വാസം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണോ തന്റെ ജീവിതത്തെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത്, പടച്ചോനെ എന്റെ ജീവിതത്തെ കാത്തോളണം കേട്ടോ, അള്ളാഹുവേ എന്നെ കാക്കണം കേട്ടോ, ആരാണോ റബ്ബിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്, ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹു മതി. ഭരണകൂടങ്ങളും സംവിധാനങ്ങളും കൂട്ടുകുടുംബങ്ങളും സൗഹൃദങ്ങളും സമ്പത്തും ഒക്കെ എതിരാകുമ്പോഴും അള്ളാഹുവിന്റെ കൂടെയാണോ, ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹു മതി. ആ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ മുഹറം 10-ലും ആശൂറായിലും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ ആ വിശ്വാസം, ദൃഢമായ വിശ്വാസം, അല്ലാഹു മതി, അത് മറ്റൊരാളിലേക്ക്, അള്ളാഹിന്റെ ഒരു സൃഷ്ടിയിലേക്ക് അത് മാറിപ്പോകരുത്. തൗഹീദിന്റെ അചഞ്ചലമായ പ്രഖ്യാപനം, ഇന്ന മഅയ റബ്ബി. ആ വിശ്വാസത്തോടുകൂടി ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ദൃഢമായ വിശ്വാസം ഒരു മനുഷ്യന് മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഒരിക്കലും അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയില്ല, തകർന്നു പോവുകയില്ല, തോൽക്കുകയില്ല. റബ്ബ് അവന്റെ കൂടെ ഉണ്ടാകും എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പുലർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വാഗ്ദത്തം ചെയ്ത ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെ ഹജ്ജ് അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ആ വിശുദ്ധമായ ഭവനത്തിലെത്തി ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ, സമാധാനം നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.